പ്രിയ സഹോദരങ്ങളെ, ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. രാഷ്ട്രീയവും മതവും രണ്ടും പൊതുജനങ്ങളുടെ രക്തം കുടിച്ച് വീർക്കുന്ന രണ്ട് കൂട്ടാണ്. വേണ്ട, അതിനെക്കുറിച്ച് കൂടുതൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് നമ്മുടെ ഓട്ടോസഭയുടെ സഭാധ്യക്ഷൻ ഒരു പ്രസ്താവന ഇറക്കി. ചെയ്യാത്ത കുറ്റത്തിന് ക്രിസ്തുവിനെയും ക്രൂശിച്ചത്, കന്യാസ്ത്രീകൾക്കും ജാമ്യം ലഭിച്ചത് ആശ്വാസകരം. കള്ളക്കേസ് റദ്ദാക്കുന്ന ഓർത്തഡോക്സ് സഭാ മേധാധ്യക്ഷൻ. ഞാൻ ഈ സഭാ മേധാധ്യക്ഷനോട് ചോദിക്കുകയാണ്, നിന്റെ പേര് ഇപ്പോഴും FIR കിടപ്പുണ്ട്. തോമസ് മാർ അത്താനാസ്യോസ് റെയിൽവേ ട്രാക്കിൽ മറിച്ച് കിടന്നതിനെക്കുറിച്ച് നിനക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറയാമോ? നിനക്ക് അതിനെക്കുറിച്ച് റദ്ദാക്കാൻ പറയാനൊക്കെ ആ കേസ് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കേസ് കാണത്തില്ല. കാരണം ഇവൻ കഞ്ഞിക്കുഴിയിൽ BJP ആസ്ഥാനത്ത് രാത്രി കാശുമായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ നരേന്ദ്രമോദി കാണാനായിട്ട് പോയി. കാറ്റ് കിടന്ന് ഏജൻറ്റിനെ കണ്ട് കാണാൻ ശ്രമിച്ചു എന്നതിൻ്റെ അറിവ്. കണ്ടോയിട്ടിരിക്കല്ല ഇവൻ. ഞാൻ ചോദിക്കുന്നത്, ക്രിസ്തീയ സഭ ആരിൽ വിശ്വസിക്കുന്നു? ദൈവത്തിലോ അതോ സാത്താനോ അതോ മനുഷ്യനോ? ക്രിസ്തീയ സഭാ മേലധ്യക്ഷന്മാർക്ക് സഭയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ കാണാൻ പോവല്ലവൻ്റെ അവിടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഇതിൻ്റെയൊക്കെ ജോലി എന്തുവാ? എയർ കണ്ടീഷൻ കാറിൽ നടന്ന് സൂക്ഷിച്ച് ജീവിക്കുക. അവിടെ ഇവിടെ കുർബാന ചൊല്ലിയാൽ നീയൊന്നും ചുമ്മാ അല്ല കുർബാന ചൊല്ലുന്നത്. അവിടെ കാശ് മേടിച്ചുകൊണ്ടാണ് നീയൊക്കെ കുർബാന ചൊല്ലുന്നത്. ഞാനിപ്പോഴും ചോദിക്കുക, ക്രിസ്തീയ വിശ്വാസികളോട് ഈ കുർബാന എന്നുണ്ടായി? ആരുണ്ടാക്കി? എന്താണ് കുർബാന? ചുണയുള്ള ഏതെങ്കിലും വിശ്വാസി പറഞ്ഞെ നിങ്ങൾ പോയി കാണുന്നവൻ്റെ എല്ലാ കൈയും കാലും മുത്തുന്നുണ്ടോ? അതിൻ്റെ ഉദ്ദേശം എന്തുവാ? വേണ്ട. ഏതെങ്കിലും ഭദ്രാസനാധിപൻ തന്നെ ഇടവകയിലെ ഒരു ദേവാലയത്തിൽ കുർബാന ചൊല്ലുണ്ടെങ്കിൽ അവന് കൈമടക്ക് അവൻ പറയുന്നത് കൊടുത്തില്ലെങ്കിൽ അവൻ വരത്തില്ല. ഒരു ശവടക്കത്തിൽ വരണമെന്ന് പറഞ്ഞാൽ അവൻ വരത്തില്ല. അവന് ഇതുണ്ട്, ചിട്ടുണ്ട്, ഇത്ര രൂപ. ഏജന്റുമാരെന്ന് പറഞ്ഞാൽ പുരോഹിത വർമ്മം എന്ന് പറഞ്ഞാൽ ഒരു കെട്ട, ഒരു കൂട്ടായ്മയാണ്. എല്ലാവരും അന്യോന്യം സഹായിച്ചുകൊണ്ടിരിക്കുക. അല്ല എങ്കിൽ കൊട്ടാരക്കര സഭയുടെ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ച ഒരു മെത്രാപ്പോലത്തെ എല്ലാ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ സുനോദോസ് എന്താണ് ഇതിൻ്റെയൊക്കെ സുനോദോസ് കള്ളക്കരുവേറി? നിങ്ങളൊക്കെ മെത്രാന്മാരെ ഏത് മെത്രാന്മാരാ? നിന്നെയൊക്കെ എന്തിനു വേണ്ടിയാണ് നിയോഗിച്ചത്? നിന്നെയൊക്കെ ആരാ നിയോഗിച്ചത്? ക്രിസ്തു നിയോഗിച്ചോ നിന്നെ? പുതിയ നിയമത്തിൽ ക്രിസ്തു നിങ്ങളെ മെത്രാന്മാരെ പുരോഹിതന്മാരെ ഏതെങ്കിലും കാര്യം ഏൽപ്പിച്ചോ? പറയാമോ? പറഞ്ഞതാ. നീയൊക്കെ ഓരോ പഴി പറഞ്ഞ് ഞങ്ങളെ ഇന്നത് ഏൽപ്പിച്ചു, ഞങ്ങളെ ഇന്നത് ഏൽപ്പിച്ചു. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. കള്ളക്കാതോലിക്കുക. അതിനൊക്കെ ചോണയുണ്ടെ പറ. നിന്റെ പേരിലുള്ള കേസ് റദ്ദാക്കാൻ കഴിയുമോ എന്ന്. ഇപ്പോഴും ആ കേസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല എങ്കിൽ നീ അത് ഒഴിവാക്കാൻ സാധിക്കുമോ? എന്തുകൊണ്ട് തോമസ് മാർ അത്താനാസ്യോസ് റെയിൽവേ ട്രാക്കിൽ മറിച്ച് കിടന്നു? ആ മനുഷ്യൻ അവരോടായിരിക്കുന്നതിന് മുമ്പ് ആരുമായിട്ടൊക്കെ സംസാരിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു. ഇന്നും
ഇത് പരിശോധിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. നീ മെത്താപ്പോലത്തെ വീട്ടുകാരും ഒന്നും പോകത്തില്ല. കാരണം അവരുടെ പോക്കറ്റിൽ മാസം തോന്നും കാശ് വന്നുകൊണ്ടിരിക്കുക. കാരണം മെത്താപ്പോലത്തെ ഇളയ പെങ്ങളാണ് അവിടെ ഇപ്പം വലിയ ആളാട്ടിരിക്കുക. മെത്താപ്പോലത്തെ ഇളയ പെങ്ങളെ മോഡിയെ ആരാണെന്നും എന്താണെന്നും ഞാൻ വേണേൽ പറഞ്ഞുതരാം. അതൊന്നും പറയുന്നില്ല, പോട്ടെ. നിങ്ങൾ ജീവിക്കുവിൻ, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കാൻ. കള്ളന്മാരെ, നിങ്ങൾ ഈ പണത്തിരുന്നുകൊണ്ട് വല്ലതും വിളിച്ച് പറയാതെ പുറമെ വന്ന് ഓരോന്നിനും ഓരോന്ന് പറയുവിൻ. നിനക്കൊക്കെ ചുണയുണ്ടോ? ഇപ്പൊ കന്യാസ്ത്രീയുടെ കാര്യത്തിലും ഈ ഛത്തീസ്ഗഡിലെ ഏത് ആശ്രമം എന്ത് കുന്നത്തിലാണെങ്കിലും അവിടെ വേണ്ടപ്പെട്ട മെത്താപ്പോലത്തെയോ അല്ലെ ഒരു പുരോഹിതനെ കാണും. ഏതെങ്കിലും അവനൊരു അക്ഷരം പറഞ്ഞോ? ഇപ്പൊ കഥ ഓരോന്ന് മാറി മാറി വരും. നീ എല്ലാം കള്ളനും കഞ്ഞി വെച്ചവന്മാരാണ് സഭകളെല്ലാം. സഭയിലെ വ്യക്തന്മാരും പുരോഹിതന്മാരും അവരുടെ ശൃംഖലകളും അവരെ സ്നേഹിക്കുന്നവരും. നിങ്ങൾ സുഖിച്ചു വാഴുകയും ഇനി അധികം കാലം ഇതുപോലെ നിങ്ങൾ സൂചിപ്പിക്കില്ല. കത്തോലിക്ക സഭയിൽ കന്യാസികൾ പോയി മതം മാറ്റാൻ നോക്കി എന്തോ മനുഷ്യക്കടത്ത് നടത്തി. മനുഷ്യക്കടത്ത് ശരിയാ, മതം മാറ്റുന്നത് നിങ്ങൾ അവിടെ അല്ല. ഇവരെ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ആശ്രമത്തിൽ എവിടെയാണെന്ന് വെച്ചാൽ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവരെ മതം മാറ്റണം. അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞുതരാം ചെയ്തിട്ടില്ലയോ എന്നുള്ളത്. ഇത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ബെത്താന്മാരൊക്കെ വിളിച്ചു പോവും. ഇവനൊക്കെ വിളിച്ചു പോയത് അവരുടെ ജീവൻ പ്രശ്നമാണ്. അതുകൊണ്ടാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. മക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ള, ഇന്ന് നമ്മൾ കാണുന്നതല്ല നാളെ കാണുന്നത്. ഇതിലും ഭയാനകമായ കാര്യങ്ങൾ. നിങ്ങൾക്കറിയാവുന്ന റഷ്യയിൽ ഭൂകമ്പമുണ്ടായി, ഏതെല്ലാം രാജ്യത്തെ സുനാമി ഇൻഫർമേഷൻ ഉണ്ടായി. അതുപോലെ എല്ലാം കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പേര് കിട്ടിയത് ഇവിടുത്തെ പാവം പിടിച്ചവൻ ഗൾഫിൽ പോയി കാശയച്ച് തുടങ്ങിയപ്പോൾ തൊട്ടാണ്. അല്ലാതെ ഈ ഒരു രാഷ്ട്രീയ പരവന്മാരും അല്ലെ മത നേതാക്കന്മാരും ഉണ്ടാക്കിയത് കൊണ്ടല്ല. അവരെല്ലാം ഇന്ന് സൂക്ഷ്മമായി ജീവിക്കുന്ന ഗൾഫിൽ പാവങ്ങൾ പോയി ജീവിച്ച് കഷ്ടപ്പെട്ട് കാശയച്ചുകൊണ്ടാണ്. പക്ഷേ എങ്കിൽ ഈ ഗൾഫിൽ പോയിട്ട് മനോഭാവം മാറി. 10 പൈസ കിട്ടിയപ്പോഴത്തേക്ക് അഹങ്കാരമായി. എന്നിൽ കഴിഞ്ഞ ആരുമില്ല, എല്ലാം എൻ്റെ കയ്യിൽ, ഞാൻ ഇന്ന് കൊടുത്താൽ ഇന്ന് എനിക്ക് സാധിക്കാമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എല്ലാം ചെയ്യുന്നു. ഞാൻ ഈ അടുത്ത സമയത്ത് ദേവാലയങ്ങളിൽ തെരുവ് നായ്ക്കൾ കയറുന്നു പറഞ്ഞ് ദേവാലയം അത് ഞാൻ കൂടുതൽ പറഞ്ഞില്ല, പൂട്ടി ചെറിയ നെറ്റിട്ടച്ച് ആൾക്കാർ കയറാനുള്ള സൗകര്യം ഉണ്ടാക്കി വെച്ചു. അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞത്, എൻ്റെ കൊച്ചുമോൻ്റെ മാമോദിസ നടക്കുമ്പോൾ അത് ആർഭാടപൂർവമായി നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഞാൻ ചെയ്യുമ്പോൾ ആരെങ്കിലും ഒബ്ജക്റ്റ് ചെയ്യാനൊക്കെ വേണ്ട മക്കള്. എല്ലാം നിങ്ങളുടെ കൊച്ചുമക്കളുടെ മാമോദിസ മാത്രമല്ല, ദേവാലയത്തിൽ എല്ലാ കാര്യങ്ങളും ആർഭാടവും അല്ലാതെ ആത്മീയവും
ദൈവികമോ ഒന്നുമില്ല അവിടെയും. നിങ്ങൾ ആരും ഒന്നിനെക്കുറിച്ച് ചിന്തിക്കില്ല. എല്ലാം ഇന്ന് ആർപ്പാടും ആഘോഷങ്ങളുമായിട്ടാണെങ്കിൽ മാത്രമേ വിശ്വാസികൾക്ക് പോലും സന്തോഷം പറ്റുള്ളൂ. നിങ്ങൾ നാളെ മനസ്സിലാക്കും ഇതിൻ്റെ എല്ലാ അനുഭവങ്ങൾ. സമയമെടുത്തു. അന്ന് യെരൂശലേം ദേവാലയത്തിൽ ദൈവം ചാട്ടവാറെടുത്തെങ്കിൽ ഇന്ന് ക്രിസ്തീയ ദേവാലയങ്ങൾ, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ദേവാലയങ്ങൾ, പണമിടപാടുകളും ആഘോഷങ്ങളും വിൽപ്പനയും മേടിക്കുകയുമെല്ലാമാണ്. നിങ്ങൾ അത് കാണുമ്പോൾ മനസ്സിലാക്കും.